رقت عيناي شوقا ولطيبة ظرفت عشقا فأتيت إلى حبيبي فاهدأ يا قلب. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്കൊരു സ്നാക്സ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിക്ക് രാത്രിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. രാവിലെ എണീച്ചിട്ട് കൈവടയൊക്കെ പൊരിക്കുകയാണ്. കൈവട രാത്രിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ചിക്കൻ റോൾ ഇപ്പോൾ ഉണ്ടാക്കാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടാക്കി. പിന്നെ പഴയ കട തുടങ്ങിയതാണ് കേട്ടോ. പുതിയതായിട്ട് കട തുടങ്ങിയെന്ന് വെച്ചാൽ കാറ്ററിംഗ് ആണ് കേട്ടോ. പല വീട്ടിൽ നിന്ന് തന്നെ കാറ്ററിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കടയിലേക്ക് മാറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത് മുകളിൽ ആപ്പാൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ അവിടെ ഉസ്താദൊക്കെ വരുന്നുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉദ്ഘാടന സമയത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളാരും പോയിട്ടില്ല. സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ എനിക്ക് വേറെ ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഉദ്ഘാടന സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റാത്തത്. അമ്മനിഷാദും പിന്നെ സിനാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ സ്നാക്സൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ കൊടുത്തു വിടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാനെല്ലാം മറന്നുപോയി, തിരക്കിൽ ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും നല്ല പിന്നെ എന്താ പറയുക റോളൊക്കെ കൂട്ടി ചായ കുടിക്കാണ്ടോ. ചൂട് ചായയും ചൂട് റോളൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പ്രത്യേകിച്ച് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് മുട്ടമാല ചൂടേണ്ട ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടമാല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ചെറിയൊരു ഓർഡറാണ്. പക്ഷെ അത് കുറച്ച് ദൂരെ പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചുട്ട് കൊടുക്കണം, ഉച്ചക്കേക്കാണ്. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്ക് വേണ്ടിക്ക് വേച്ച് വിട്ടതാണ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കയ്യിൽ ഫോൺ മേടിച്ചിട്ട് വൃത്തിക്കെടുക്കാനൊന്നും പറ്റില്ല. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ മുട്ടമാലേൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കുന്ന മുട്ടേൻ്റെ വെള്ള പിന്നെ അതുപോലെ തന്നെ കാതലില്ലേ മഞ്ഞ, അതും കൂടി സെപ്പറേറ്റ് ആയിട്ട് ആക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് കാതലിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് കുപ്പീൻ്റെ മൂടി ഓട്സാക്കിയ ശേഷം പഞ്ചസാര സീറായ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി കേട്ടോ. മുട്ടമാല എളുപ്പത്തിൽ തയ്യാറാക്കുക വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് വിചാരിച്ച പോലെ ആയുകയും ചെയ്യില്ല കേട്ടോ. അത് ചില സമയത്ത് മാലയായിട്ട് വരില്ല, ഓൾസോ ആയിട്ട് വീകും. അത് എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ എന്താ വെച്ചാൽ ഉണ്ടായിട്ട് വേറൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ കേട്ടോ. പിന്നെ ശീലമായി, പിന്നെ റെഡിയായി. ശീലമായി നല്ല റെഡിയായി. ഇതുപോലെയാണ് കേട്ടോ. പത വരുമ്പോൾ പതേൻ്റെ മുകളിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ പത നിന്നതിന് ശേഷം ഒഴിച്ചാൽ മാലയായിട്ട് കിട്ടൂല കേട്ടോ. അത് ഈ പതച്ച് വരുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ പത വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പച്ചവെള്ളമൊക്കെ കുടഞ്ഞെടുത്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുട്ടേൻ്റെ പിന്നെ വെള്ളയും ജ്യൂസ് അടിച്ചിട്ട് ഒഴിക്കേണ്ടത്, അത് ആവിക്ക് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട്, പഞ്ചസാരയല്ല ഈ സീറന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര അതിന് വേറെ തന്നെ ഇടണമെന്നില്ല. നമ്മൾ സീറന്നെ 1 സ്പൂൺ 2 സ്പൂണ് മധുരത്തിന് കണക്കായിട്ട് നമ്മൾ ഒഴിച്ച് എത്ര മുട്ട വെച്ചാൽ അതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 സ്പൂൺ 3 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളയും പാൽപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി കഴിക്കുമ്പോഴത്തേക്ക് ഇത് എത്രയും ഞാൻ പഞ്ചസാര സീറോ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പാൽപ്പൊടി ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ സീറോ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടുണ്ടായി. അപ്പം കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ചില മറിയും തെറിച്ചും പുറത്തേക്ക് മറിയുന്നതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചു. അത് രണ്ടും കൂടി അടിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു 2 പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മാലയൊക്കെ റെഡിയായി കേട്ടോ. മാലയൊക്കെ റെഡിയായ ശേഷം ഇതുപോലെ ഫ്രോക്ക് വെച്ചിട്ട് കുടഞ്ഞുടഞ്ഞ് ഇട്ടെടുക്കുക കേട്ടോ. മാല എല്ലാം കൂടി നമ്മൾ എടുക്കുമ്പോൾ ഇതായിട്ട് വരുന്നല്ലേ, കട്ട പോലെ ഇങ്ങനെ ആയിട്ട് വരുന്നതാണ്. ഇതുപോലെ കുടഞ്ഞുടഞ്ഞ് എടുത്ത് വെക്കാം കേട്ടോ. അപ്പം മാല പോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മുട്ടേൻ്റെ വെള്ളയും കൂടി ആയിട്ടുണ്ട്, അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. മുട്ടമാല റെഡിയായി. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയ ശേഷമാണ് ഞാൻ മുകളിൽ വെച്ചാൽ നമ്മളെടുത്ത ഇളയുടെ കടയിലേക്ക് പോയത്. അവിടെ പോകുമ്പോഴത്തേക്ക് നാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം, മുട്ടയപ്പം, പിന്നെ പത്തലുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ആട്ടത്തിരുമ കൈനത്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരാളായിട്ട് അങ്ങനെ നാസ്ത കഴിക്കുകയാണ്. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാറ്ററിങ് അളിയൊക്കെ വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, കാറ്ററിങ് കൊണ്ടുപോകേണ്ടത്. അപ്പം അതിനൊക്കെ റെഡിയാക്കുന്നുണ്ട് എല്ലാവരും കൂടി. എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ തത്തും
അതിനേട്ടത്തിൻ്റെ മക്കൾ അതിനത്തെ മക്കളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു പായസം കുടിച്ചു, പാൽ പായസമാണ്, പായസമൊക്കെ കുടിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും പായസം വന്നൊക്കെ പായസം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തുടങ്ങിയത് നമ്മൾ കുടുംബശ്രീ ഏരിയയിൽ തുടങ്ങിയതാണ് കേട്ടോ, ഇത്താത്തൻ്റെ കുടുംബശ്രീയിൽ. അപ്പോൾ അതിലും ആൾ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്നൊക്കെ. പ്രസിഡൻറ്റും CDSും പിന്നെ MECയും കേട്ടോ വന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ, ഹോട്ടലൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തന്നു. അങ്ങനെ രാവിലെ തന്നെ ലൈക്ക് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന ശേഷം പിന്നെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കിയതാണ്. പിന്നെ സമൂസയും പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, പിന്നെ ബർഗറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഏട്ടത്തിമാരെ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പാപ്പാൻ്റെ വീട് തന്നെ അപ്പുറത്തുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും പോകാമെന്നൊക്കെ പറഞ്ഞു. രാവിലെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ വൈകുന്നേരവും പിന്നെ ചെറിയൊരു അനിയത്തിയൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും സീന കേട്ടോ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഉമ്മ ഉണ്ട് ബസ് കാത്തിക്കണം കേട്ടോ, ഉമ്മ ടൗണിൽ പോകാൻ വേണ്ടി നിൽക്കണമെന്ന്. ഇത് ഉമ്മയാണ് കേട്ടോ. പിന്നെ ഷോപ്പ് വരുന്നത് പട്ടുവൻ ടർഫ് റോഡാണ് കേട്ടോ, ഇവൻ്റെ അടുത്ത് തന്നെയാണ് പട്ടുവൻ ടർഫ്. ഇവിടുന്ന് ഈ കടയിലേക്കാണ് കേട്ടോ, രണ്ടാമത്തെ കടയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ 7ാം വാർഡിലെ വാർഡ് മെമ്പറാണ് കേട്ടോ, നാസർ എന്ന പേര്, നാസർ കെ. അപ്പോൾ അവർ ഉദ്ഘാടനത്തിന് വന്നിട്ടില്ല, അപ്പം ഞെറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു വന്നു. പിന്നെ ആശയമുണ്ട് കേട്ടോ ഒന്നിച്ച്. പിന്നെ ഞെറുക്കെടുക്കാൻ നാസർക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഞാനൊന്ന് ഞെറുക്കെടുക്കാൻ വേണ്ടിയിട്ട് ഞെറുക്കെടുത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ സമ്മാനം കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, സ്റ്റാറ്റസ് വെച്ചിട്ട് സമ്മാനം ഞെറുക്കെടുപ്പിൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിക്ക് ഞെറുക്കെടുക്കുന്നത് നാസർക്കാണ്. കിടപ്പൊക്കെ കഴിഞ്ഞ ശേഷം അവർ പോയി. പിന്നെ സമ്മാനം കിട്ടിയവർ അന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, നമ്മളടുത്തുള്ളവർ തന്നെയാണ് കേട്ടോ. പിന്നെ ഏട്ടത്തി അനിയത്തി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. എല്ലാവരും കൂടി റോഡിലേക്ക് കുറച്ച് സമയം നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിന്ന് നടക്കാൻ പോകുമ്പോഴാണ് സമ്മാനം മേടിക്കാൻ കുട്ടി വന്നത് കേട്ടോ. ഈ കുട്ടീൻ്റെ ഉമ്മാക്കാണ് കേട്ടോ കിട്ടിയത്. മാഷാ അല്ലാഹ്, അവർ കുട്ടിയും ഉമ്മയും വന്നിട്ട് സമ്മാനമൊക്കെ മേടിച്ചിട്ട് അവർ പോവുകയാണ്. കുറച്ച് സമയം സംസാരിച്ചതിന് രാത്രി ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ കടലക്കറിയും ദോശയാണ് ഉണ്ടാക്കിയത്. രാത്രി അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ മോനിക്ക് ഞാൻ മറ്റുള്ള ഫുഡ് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെയായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയ രാത്രിക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.